ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഈ കർത്തൃ ദിവസത്തിൽ സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഇന്നലെ പ്രാർത്ഥനയ്ക്കായി പറഞ്ഞതുപോലെ ഞങ്ങൾ യാത്ര ചെയ്ത് എറണാകുളത്ത് ക്ഷേമമായിട്ട് എത്തിച്ചേരുവാനിടയായി. വളരെ രാത്രിയായിട്ടാണ് എത്തിയത്. ഇന്ന് രാവിലെ ആരാധനയ്ക്ക് പോയി തിരിച്ചു വന്നു. രാവിലെ സന്ദേശം അയക്കുവാൻ കഴിഞ്ഞില്ല. ഇതുവരെയും ഞങ്ങളെ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ പ്രാർത്ഥനാ സഹകാരികൾക്കായിട്ടും കർത്തൃനാമത്തിൽ നന്ദി അറിയിക്കുന്നു. റോമാലേഖനം 12-ാം അധ്യായത്തിൽ നിന്നുമാണല്ലോ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ നാം ഇപ്രകാരം ചിന്തിക്കുകയുണ്ടായി. ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിപ്പിൻ. അവിടെ ബുദ്ധിയുള്ള ആരാധന എന്ന് നാം ചിന്തിക്കുകയുണ്ടായി. ആരാധനയിൽ വളരെ വിവേകവും ബുദ്ധിയും ആവശ്യമാണ്. നാം ആത്മാവിലാണ് ആരാധിക്കുന്നത്. എന്നാൽ നമ്മുടെ ശരീരവും ആരാധനാ സമയത്ത് ഉണ്ട് എന്ന് നമ്മൾ മറക്കരുത്. ആ ശരീരത്തെ വിശുദ്ധിയോടുകൂടി, അതുമാത്രമല്ല ദൈവത്തിന് പ്രസാദകരമായ യാഗമായിട്ട് അർപ്പിക്കാനാണ് അപ്പോസ്തലനായ പൗലോസ് പ്രബോധിപ്പിക്കുന്നത്. ദൈവജനത്തോട് പറയുമ്പോൾ മറ്റൊരു കാര്യം പറയുന്നത്, ഈ ലോകത്തിന് അനുരൂപമാകാതെ. ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ, പ്രത്യേകാൽ വിശ്വാസ സമൂഹത്തിന് ഈ ലോകത്തിന് അനുരൂപമായി ജീവിക്കുവാൻ സാധിക്കാതെ പ്രയാസപ്പെടുകയാണ്. ഈ ലോകമെന്ന് പറയുന്നത് ഈ ലോക വ്യവസ്ഥിതിയാണ്. ലോകത്തെ സ്നേഹിച്ചുവെന്ന് യോഹന്നാൻ 3:16 പറയുമ്പോൾ ലോകത്തിലെ മനുഷ്യരെ സ്നേഹിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ ലോകത്തോട് അനുരൂപപ്പെട്ടിരുന്ന് പറഞ്ഞാൽ ഈ ലോക വ്യവസ്ഥിതിക്ക് അനുകൂലമായി ജീവിക്കരുത്. ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി വളരെ വ്യത്യസ്തമാണെന്ന് നാം മനസ്സിലാക്കണം. ദൈവമക്കൾക്ക് ഈ ലോകവുമായി എല്ലാവിധത്തിലും പൊരുത്തപ്പെട്ടു പോകുവാനായിട്ട് കഴിയുകയില്ല. ഒരു സാധാരണ വ്യക്തി തൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിൽ എന്തെങ്കിലും ഞാനാണ് എന്ന് കാണിക്കുക, അങ്ങനെ പലരെയും ഞങ്ങളുടെ മുമ്പിൽ കാണുവാനിടയായിട്ടുണ്ട്. ചിലരൊക്കെ അങ്ങനെ കാണിക്കുവാനിടയായിട്ടുണ്ട്. മറ്റുള്ളവർ ആ വിഷയത്തിൽ പരാജയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, ഈ ലോക വ്യവസ്ഥിതി പിശാചിൻ്റെ വ്യവസ്ഥിതിയാണ്. ഈ ലോകത്തിൻ്റെ ദൈവമെന്നാണ് പിശാചിനെ വിളിക്കുന്നത്. അവൻ പല വ്യവസ്ഥിതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയുള്ള കാര്യമെന്ന് പറഞ്ഞാൽ, സത്യത്തെ അസത്യമാക്കി കാണിക്കുന്നു, നന്മയെ തിന്മയാക്കി കാണിക്കുന്നു, തിന്മയെ നന്മയാക്കി കാണിക്കുന്നു. അങ്ങനെ സാത്താൻ പലവിധമായ ചതിവുകൾ ഏറ്റവും സുന്ദരമായി നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ശരിയായ വിധത്തിൽ ജീവിക്കേണ്ടത്, ഈ ലോകത്തിന് അനുരൂപപ്പെടാതെ ജീവിക്കേണ്ടതെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒരേ ഒരു വഴി, ദൈവവചനം നിങ്ങളെ അനുശാസിക്കുന്ന രീതിയിൽ ജീവിക്കുക. ദൈവവചനം നമുക്കെല്ലാത്തിനും മതിയായതാണ്. പിശാചിൻ്റെ മറ്റൊരു വിധത്തിലുള്ള പ്രേരണ എന്താണെന്ന് ചോദിച്ചാൽ, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വളരെ പുരാതനമായ പുസ്തകമാണ്. അത് ഈ മോഡേൺ യുഗത്തിൽ നമുക്ക് ചേർന്നു പോകുന്നതല്ല. അതുകൊണ്ട് ബൈബിളൊന്നും അനുസരിച്ച് ജീവിക്കുവാനായിട്ട് കഴിയുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് പാസ്റ്റും പ്രസൻസും ഫ്യൂച്ചറും ഒന്നും അങ്ങനെ പ്രത്യേകമായി തരംതിരിവില്ല. താൻ വർത്തമാന കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം അന്നും ഇന്നും ഒരുപോലെ പ്രസക്തമാണ്. അതുകൊണ്ട് പിശാചിൻ്റെ കണിയിൽ പെട്ടുപോകരുത്. ദൈവവചനം അനുശാസിക്കുന്ന രീതിയിൽ നമുക്ക് ജീവിക്കണം. അതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. അതുകൊണ്ട് പറയുകയാണ്, ഈ ലോകത്തിന് അനുരൂപപ്പെടരുത്. ഞാൻ ധാരാളം ചെറുപ്പക്കാരെ ഈ നാളുകളിൽ കാണുന്നുണ്ട്. അവരൊക്കെയും ഈ ലോകത്തിൽ എന്തൊക്കെയോ ആണെന്ന് കാണിക്കുവാനായ തത്രപ്പാടിലാണ്. പ്രിയ യുവജനങ്ങളെ, നിങ്ങളെ പിശാച് ചതിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിലേക്ക് കടന്നു വരിക. ദൈവവചനം നിങ്ങൾക്ക് ശരിയായ വഴി കാട്ടിത്തരും. ദൈവവചനമാണ് യഥാർത്ഥത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം,
ദൈവഹിതത്തെ പറ്റി അന്വേഷിക്കുന്ന ധാരാളം ചെറുപ്പക്കാരെ കണ്ടിട്ടുണ്ട്. എന്താണ് എൻ്റെ ജീവിതത്തിലുള്ള ദൈവഹിതം? വെളിപ്പെട്ട് കിട്ടിയ ദൈവഹിതവും വെളിപ്പെടേണ്ടതായ ദൈവഹിതമുണ്ട്. വെളിപ്പെട്ട് കിട്ടിയ ദൈവഹിതം അതിനുവേണ്ടി പ്രത്യേകാൽ പ്രാർത്ഥിക്കേണ്ടതായ കാര്യമില്ല. ഉദാഹരണം, വിശുദ്ധിയോടെ ജീവിക്കണം, നിരന്തരം പ്രാർത്ഥിക്കണം, എല്ലാ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാൻ നന്മ ചെയ്യുക. ഇങ്ങനെ വെളിപ്പെട്ട് കിട്ടിയ ദൈവഹിതങ്ങളുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അതങ്ങ് പ്രവർത്തിച്ചാൽ മതി. എന്നാൽ വ്യക്തിപരമായ ജീവിതത്തിൽ ചില കാര്യങ്ങൾ വേണ്ടപ്പോൾ അതിനുവേണ്ടി നാം പ്രാർത്ഥിക്കണം, ദൈവം വെളിപ്പെടുത്തി തരും. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവഹിതം തിരിച്ചറിയുവാൻ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്താണ്? ഓരോ ദിവസവും നമ്മുടെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. ദൈവവചനത്തിനടിസ്ഥാനം ജീവിക്കുവാനൊരു തീരുമാനമെടുക്കണം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തെ ഒന്ന് പരിശോധിച്ച് നോക്കുക. നമുക്കൊരുമിച്ച് പരിശോധിക്കാം. ദൈവികത പ്രകാരമുള്ള ഒരു ജീവിതം നയിക്കുവാൻ കേൾവിക്കാരായ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവേ, തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു പ്രഭാതം കൂടി ഒരു ദിവസം കൂടി നൽകിയതിനായി സ്തോത്രം. ഒരു കർത്തൃ ദിവസം കൂടി നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം നിനക്ക് പ്രസാദകരമായി ജീവിക്കുവാൻ, നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. കേൾവിക്കാരായ എല്ലാവർക്കും ആവശ്യമായ കൃപ നൽകണം. കർത്താവേ, നിന്റെ ഹിതമനുസരിച്ച് ജീവിക്കുവാൻ, ഈ ലോകത്തോട് അനുരൂപപ്പെടാതെ ജീവിക്കുവാൻ കർത്താവേ നീ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു കർത്താവിൻ്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.